നമ്മൾ ഈ ഇടത് സൈഡ് കാണുന്ന റിവറാണ് ഗംഗവേലി എന്ന് പറഞ്ഞിട്ടുള്ള റിവർ. നമ്മളിപ്പോൾ പോകുന്നത് അങ്കോള എന്ന് പറഞ്ഞ റോഡിലേക്കാണ്, അതായത് അങ്കോള എന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത്. ഈ ഏരിയയിലാണ് ശരിക്കും ആ ലോറീൻ്റെ ഇൻസിഡൻറ്റ് ഇപ്പം നടന്നിട്ടുള്ളത്. ഈ കറക്റ്റ് എവിടെയാണെന്ന് എനിക്കറിയില്ല. നമ്മളിപ്പം ഗംഗവേലി എന്ന് പറഞ്ഞ റിവറിലെത്തി. ഇതാണ് ഗംഗവേലി എന്ന് പറഞ്ഞ റിവർ. ഇനി ഇവിടുന്ന് കുറച്ചുകൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കാർവാറെത്തും. അങ്കോളി അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അവിടുന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ മഹാരാഷ്ട്ര, പൂനെ അങ്ങനെയാണ് പോകുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ പറഞ്ഞത് നമ്മളോട്. നമ്മളിപ്പം ഗംഗവേലി എന്ന് പറഞ്ഞ റിവറിലെത്തി. ഇതാണ് ഗംഗവേലി എന്ന് പറഞ്ഞ റിവർ. ഇനി ഇവിടുന്ന് കുറച്ചുകൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കാർവാറെത്തും. അങ്കോളി അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അവിടുന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ മഹാരാഷ്ട്ര, പൂനെ അങ്ങനെയാണ് പോകുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ പറഞ്ഞത് നമ്മളോട്. ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഗോവയും. അപ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഫുള്ള് ഫോറസ്റ്റാണ് ഗൈസ്, ഫുള്ള് ഫോറസ്റ്റാണ്. അങ്ങോട്ടെല്ലാം ഫോറസ്റ്റാണ്. എന്താവെന്ന് അറിയില്ല, 2 ആളേ ഉള്ളൂ. ഇപ്പോഴാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്ത്. ഇപ്പോൾ എന്താ പറയുക, പേടിയൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഒറ്റക്കായാലും പോകാമെന്നുള്ളൊരു മൈൻഡിലുണ്ടായുള്ള ഞാൻ. പക്ഷെ എന്നാലും ചെറിയൊരു ഭയം. അപ്പോൾ എന്താ പ്രശ്നം എനിക്ക് ഓക്കെ അല്ലേ? തായറിലായിട്ട് ചെറിയൊരു വിഷമമുണ്ടല്ലേ? സാറല്ല, അത് സീനൊന്നുമില്ല നമുക്ക്. അപ്പോൾ നമ്മൾ പോകാൻ പോവാണ് ഗൈസ്. സ്റ്റാർട്ട് ചെയ്യലാണ്. നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഇവിടെ എത്തി. പിന്നെ റൈഡിൻ്റെ സമയത്ത് ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. തായറുണ്ടെങ്കിൽ വീഡിയോ എടുക്കുന്നു. നമ്മളെ ചെക്കനിപ്പോൾ ലഗേജ് ഓവറായി കണ്ടോ, ഫുള്ള് ലഗേജാണ്, ഹെവി ലഗേജാണ്. ഇപ്പം എല്ലാവർക്കും വേണ്ട സാധനം ചെക്കനിപ്പോൾ ഒറ്റക്ക് ഇടുകയാണ്. എൻ്റെ ഡ്രസ്സെല്ലാം ഇതിനകത്തുള്ളു. ഞാനാണ് ഫുള്ള് കാലിയായിട്ട് പോയത്. അപ്പം കുറച്ച് വിഷ്വൽസ് ഞാൻ കൈനെ കൊണ്ടെടുത്ത് കാണിച്ചു തരാം. റൈഡിങ്ങിൽ നമുക്ക് വിഷ്വൽസ് എടുക്കാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് റൈഡിങ്ങിൽ എൻ്റെ ഹെൽമെറ്റിൻ്റെ മുകളിൽ വെക്കുന്ന സാധനം മിസ്സായി പോയി, പൊട്ടിപ്പോയി. അപ്പോൾ പിന്നെ നമുക്ക് റിസ്ക്കാണ് ഇപ്പോൾ സൈക്കിൾ ഓടിക്കൽ, പഴയ പോലെയല്ല. പിന്നെ നോക്കാം, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. റിസ്ക്കാണ്, എന്നാലും കുഴപ്പമില്ല. എന്താ ആംബിയൻസൊക്കെ. നമ്മൾ ഈ ഇടത് സൈഡ് കാണുന്ന റിവറാണ് ഗംഗവേലി എന്ന് പറഞ്ഞിട്ടുള്ള റിവർ. നമ്മളിപ്പോൾ പോകുന്നത് അങ്കോള എന്ന് പറഞ്ഞ റോഡിലേക്കാണ്, അതായത് അങ്കോള എന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത്. ഈ ഏരിയയിലാണ് ശരിക്കും ആ ലോറീൻ്റെ ഇൻസിഡൻറ്റ് ഇപ്പം നടന്നിട്ടുള്ളത്. ഈ കറക്റ്റ് എവിടെയാണെന്ന് എനിക്കറിയില്ല. ഈ റൈറ്റ് സൈഡ് കാണുന്ന മൊത്തം കുന്നാണ്. ഈ ഭാഗത്ത് ഏതോ ഒന്നിലാണ് ഇടിഞ്ഞിട്ടുള്ളത് ഇപ്പം നിലവിൽ. ഇങ്ങനെ ചിന്തിച്ച് നോക്കി, ഇങ്ങനത്തെ ഈ ഒരു ഭാഗം ഇടിഞ്ഞ് നമ്മളെ അടുത്ത് ഇപ്പം തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം തന്നെ നോക്കുക. നിങ്ങൾ ഇടിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മളാരും ബാക്കി ഉണ്ടാവും. രക്ഷാദൗത്യത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഇൻസിഡൻറ്റ് നടന്ന ശിരൂർ, അതായത് അങ്കോല എന്ന സ്ഥലത്ത്, അതേ സ്ഥലത്ത് ടെൻ്റ് അടിക്കണം എന്ന് വിചാരിച്ച് കിടന്ന, ടെൻ്റ് അടിക്കാൻ വേണ്ടി വിചാരിച്ച ആൾക്കാരായിരുന്നു നമ്മൾ. പക്ഷെ എന്താ പറയുക, അന്ന് നമ്മൾ പെട്ടെന്ന് എത്തിയത് കൊണ്ടും നമുക്കൊരു 10 കിലോമീറ്റർ പോകേണ്ടതുകൊണ്ടും നമ്മൾ കുറച്ചും കൂടി മുമ്പോട്ടേക്ക് ഒരു പമ്പിലാണ് സ്റ്റേ അടിച്ചത്. ആ സ്ഥലം കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയായിപ്പോയി. കാരണം എന്ന് വെച്ചാൽ റൈറ്റ് സൈഡ് ഫോറസ്റ്റും വലിയ മലയും കാര്യങ്ങളൊക്കെയാണ്. ഇത്രയും വലിയ കുന്നൊക്കെ ഇടിഞ്ഞ് വീഴാന്ന് വെച്ചാൽ ഇത് ഭയങ്കര, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരിട്ട് കണ്ടാൽ ഫീൽ ചെയ്യും എൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മളെ മലയാളികളൊരു പ്രത്യേകതയുണ്ട്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നടക്കാനാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരാൾ വെള്ളത്തിൽ വീണപ്പം 1 മണിക്കൂർ തന്നെ അയാൾ മരിക്കുമെന്ന് പറഞ്ഞിട്ടും അയാളെ രക്ഷിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഒന്നിച്ച്, അതായത് നമ്മളെ അഗ്നിശമന എന്താ പറയുക, ഫയർഫോഴ്സും എല്ലാവരും കട്ടൊക്കെ കൂടെ വന്നിട്ട് അയാളെ ബോഡിയെങ്കിലും എടുത്ത് പുറത്ത് വെച്ച്. എന്നിപ്പോൾ ഒരാൾ ജീവനോടുണ്ട് എന്ന് അറിഞ്ഞിട്ടും, ആ വണ്ടിയിൽ ജീവനോടുണ്ട് എന്ന് അറിഞ്ഞിട്ടും കർണാടക ഗവൺമെൻറ്റിന് എന്നും കാര്യമായിട്ടും 9 മണിക്ക് പണി അങ്ങ് നിർത്തി വെച്ചിട്ട് അവർ പോവുക പാട്ട് നോക്കി. ഇപ്പോൾ കേരള ആണെങ്കിൽ 24 മണിക്കൂറും കണ്ടിന്യൂസ് ആയിട്ട് സെർച്ച് ചെയ്യുന്നുണ്ട്. എനിക്ക് ഓരോ ദിവസവും, അതായത് ഓരോ ന്യൂസെല്ലാം കാണുമ്പോൾ കേരളം എന്നുള്ളതിൽ അഭിമാനം കൂടിയതിൽ, മലയാളി എന്നുള്ളതിൽ എനിക്ക് അഭിമാനം കൂടി വരികയായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് പേടിയാകാൻ തുടങ്ങി. കാരണം ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഞാൻ പോകുന്നു. ഞാനിപ്പോൾ ഗുജറാത്തിലാണ് ഉള്ളത്. ഞാൻ മുമ്പോട്ടേക്ക് പോകുന്ന സമയത്ത് എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ
എനിക്ക് നാട്ടിൽ എനിക്ക് ഇനിയൊരു ഉറപ്പുമില്ല. കാരണം ഞാൻ കേരളത്തിലല്ല ഉള്ളത്. എന്നെ പറ്റിക്കാൻ എന്നെ തിരിഞ്ഞു നോക്കില്ല എന്നുള്ള കാര്യത്തിൽ 100% എനിക്ക് ഉറപ്പ് വരാൻ തുടങ്ങി. എല്ലാ നാട്ടുകാരും അങ്ങനെയൊന്നല്ല. പക്ഷെ എനിക്കിപ്പം ആ ഒരു പേടി വന്നു തുടങ്ങി. ഇപ്പോൾ ഒരാൾ ജീവനോടുണ്ട്, ഏകദേശം 5 ദിവസമായി അയാൾ ആ മണ്ണിൻ്റെ അടിയിൽ. എന്നിട്ട് അയാളെ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ, അതായത് മൂപ്പരെ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർണാടക ഗവൺമെൻറ് കിട്ടാൻ പോകുന്ന ഭയങ്കര മോശം ഇമ്പാക്റ്റാണ്. കാരണം അത്രയും എല്ലാ ലോറി ഡ്രൈവർമാരെ അവരുടെ ജീവിതം ഭയങ്കര സീനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓരോ ദിവസങ്ങളിൽ ഓരോ സ്ഥലത്താണ് രണ്ടിലടിച്ച് കിടക്കുക, വണ്ടി കിടക്കുക. ചിലപ്പോൾ മൂപ്പര് ഞാനവിടെ ഒരു ചായ പിടിക്കാൻ വേണ്ടി നിർത്തിയ ആ ഒരു സ്ഥലത്ത് മൂപ്പര് ചിലപ്പോൾ വല്ല ചായ പിടിച്ചിട്ട് അങ്ങനെ കയറാൻ വേണ്ടി ഇരുന്നപ്പോൾ ഇടിഞ്ഞതായിരിക്കാം, മഴക്കത്ത് ഇടിഞ്ഞു വീണായിരിക്കാം, അറിയില്ല. എന്തായാലും മൂപ്പര് ജീവനോട് ഉണ്ടാവട്ടെ എന്ന് വിശ്വസിക്കുന്നു, ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആഗ്രഹം ഉണ്ടാവണം, അതാണ് നമ്മളെ എല്ലാവരും ആഗ്രഹം. അതാണ് ഇപ്പം തെരച്ചിൽ മൂപ്പർക്ക് വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. കിട്ടട്ടെ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത് മലയാളികളോടാണ്. കാരണം നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഉദ്ദേശിക്കുന്നു. അതുപോലെ എല്ലാ നാട്ടിലും ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്ര സമയമൊന്നും പോവില്ല. കാരണം ഇപ്പം 5 ദിവസമായി മൂപ്പരെ കാണാനായി. ഇത്ര 5 ദിവസത്തേക്കൊന്നും ഒരിക്കലും പോകുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ഒന്നിച്ചിപ്പം ഞാൻ കഴിഞ്ഞ ഇടയ്ക്കൊരു റീൽസ് ഉണ്ടായിരുന്നു. ഒരു കാറ് മറിഞ്ഞ് ഓപ്പോസിറ്റ് ഒരു കാറുകാരൻ ആ ബൈക്കുകാരനെ അടിക്കാൻ നോക്കിയില്ല. ആ ബൈക്കുകാരൻ വരെ നിർത്തിയിട്ട് മൊത്തത്തിൽ അടിമറിച്ച് ആ കാറിനെ അടിമറിച്ചിട്ട് ആളെ പുറത്തെത്തി. അതുപോലെ ഇവിടെ എനിക്ക് റീല് വന്നു ഇതേപോലെ വണ്ടി അടിച്ചിട്ട് ഒരാളവിടെ കിടക്കുന്നത് മൈൻഡാകാണ്ട് ആൾക്കാർ പോകും വണ്ടി ഉണ്ട്. അത് ഒരാൾക്കാർ ഓരോ മെൻറ്റാലിറ്റിയാണ്. പക്ഷെ നമ്മളെ മലയാളികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും എന്താ പറയുക ഹെൽപ്പ് ചെയ്യാനും, അതായത് നമ്മളെ മെൻറ്റാലിറ്റി അവർക്കൊന്ന് പറ്റിക്കഴിഞ്ഞാൽ അന്നേരം റിയാക്ട് ചെയ്യും. അതുപോലെ തിരുവനന്തപുരത്ത് ഓവുചാലിൽ മറ്റേ സ്ലാബിൻ്റെ അവിടെ എന്തോ മണ്ണടിച്ചിട്ട് അതും പുറത്തേക്കുള്ള അന്യ സംസ്ഥാന തൊഴിലാളികളെല്ലാം എന്താ പറയുക രക്ഷിച്ചു. ഇതൊന്നല്ല ഹൈലൈറ്റ്. ഒരു അന്യ സംസ്ഥാന തൊഴിലാളി ഒരു മാൻഹോളിൽ വീണു. അപ്പം മൂപ്പരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു നൗഷാദ് വന്ന വ്യക്തി പോയിട്ട് മൂപ്പരെ ജീവൻ വരെ പോയിട്ട് മരിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് അവർക്ക് വേണ്ടത് നമ്മൾ കാരണം ഒരാളെങ്കിലും രക്ഷപ്പെടണമല്ലോ എന്നുള്ള മെൻറ്റാലിറ്റിയാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഓൻ പോയല്ലോ അല്ലെങ്കിൽ ഇതായല്ലോ ഓൻ നമ്മളെ ആരും അല്ലല്ലോ എന്നുള്ള മൈൻഡിലാണ് ഇവർ ചിന്തിക്കുന്നത്. ഇതിപ്പം വല്ല മന്ത്രിൻ്റെ മോനോ അല്ലെങ്കിൽ വല്ല എന്താ പറയുക വല്ല വേറെ എന്തെങ്കിലും സെറ്റപ്പിലുള്ള ആളാണെങ്കിൽ ഇതിൽ ടപ്പേന്ന് പറഞ്ഞിട്ട് കാര്യം നടത്തിയിട്ടുണ്ടാവും. ഇതങ്ങനെയാണ് ശരിക്കും പറഞ്ഞ സിസ്റ്റം തന്നെ അങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെ ഗുജറാത്തിലെത്തിയ സമയത്ത് എനിക്ക് എന്നെ സ്റ്റേ ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് ഒരാളെന്നെ നിർബന്ധിച്ച് ഒരു 9 കിലോമീറ്റർ ഉണ്ട്, ഞാൻ എനിക്ക് സ്റ്റേ സെറ്റ് ചെയ്ത് തരാം, ഞാൻ കൂട്ടി പോയിക്കോളാം. 9 കിലോമീറ്റർ എന്നെ കൂട്ടി സ്റ്റേ ചെയ്യാൻ വേണ്ടി കൂട്ടിപ്പോയി. അപ്പം ആ സ്ഥലം ഒരു പാർട്ടിയുടെ അണ്ടറിലുള്ള സ്ഥലമാണ്. ഞാൻ എന്താ പാർട്ടി ഒന്നും പറയുന്നില്ല, പാർട്ടിയുടെ അണ്ടറിലുള്ള സ്ഥലമാണ്. ആ സ്ഥലത്ത് പോയ സമയത്ത് മൂപ്പര് വിളിച്ചു പറഞ്ഞ സ്റ്റേ എല്ലാം സെറ്റാക്കി പോയി. നമ്മൾ പോയ സമയത്ത് അവിടെ VVIPക്ക് മാത്രമേ എൻട്രൻസ്, നമുക്കില്ല. അതായത് പാർട്ടി തന്നെ VVIP ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ എൻട്രൻസ് ഉള്ളൂ, നമുക്കില്ല. ഓക്കെ ശരി എന്നിട്ട് നമ്മൾ തിരിച്ചു വന്നു. പക്ഷേ ഇതിപ്പോൾ ഞാനൊരു പാർട്ടി ബേസിലോ അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ ബേസിലോ പോവുകയാണെങ്കിൽ ഇതേ എൻട്രൻസ് ചിലപ്പോൾ എനക്കും കിട്ടും, ആശ്മിക്കും കിട്ടും. അതാണ് ഇപ്പോൾ നമ്മൾ പാർട്ടിക്കാരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയാലേ ആൾക്കാർ മുന്നിട്ട് ഇറങ്ങുന്നുള്ളൂ. ഇപ്പോൾ അങ്ങനെ മാറിയിട്ടാണല്ലോ ഇപ്പോൾ സിസ്റ്റം. ഒന്നുകിൽ പാർട്ടി അല്ലെ മതം, ഈ മതം അല്ലെ പാർട്ടി, ഈ 2 സംഭവം വേണം. പക്ഷെ ഇവിടെ ഇപ്പം അതൊന്നല്ല. ഇവിടെ ഒരു മനുഷ്യനുള്ള രീതിയിലാണോ നമ്മൾ മലയാളീസ് കാണുന്നത് അങ്ങനെയാണ്. ഇനി അവർ ചിലപ്പോൾ അങ്ങനെയാണെന്നില്ല കാണുന്നത്. എന്തായാലും മുമ്പ് രക്ഷപ്പെടാൻ രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വന്ന വഴിയാണ്. എനിക്ക് ആ വീഡിയോ കണ്ടതിന് എനിക്ക് പേടിയായിപ്പോയി. കാരണം നമ്മൾ വന്ന വഴി എനിക്ക് ഈ സ്ഥലത്തിൻ്റെ പേരിങ്ങനെ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഗംഗവേലി, ആ നദിൻ്റെ പേര് ഗംഗവേലി എന്നാണ്. ഗംഗവേലി നദി, അങ്കോള, ഈ 2 സ്ഥലവും ഞാൻ ഈ വന്ന വഴി എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഷോർപ്പായിട്ട് കേൾക്കുന്നുണ്ട്, ഗംഗവേലി, അങ്കോള. അപ്പം വെറുതെ ഞാൻ എൻ്റെ ഹൈലൈറ്റ്സ് എല്ലാം എടുത്ത് ഇങ്ങനെ നോക്കി. പിന്നെ യൂട്യൂബ് വീഡിയോസ് എല്ലാം എടുത്ത് നോക്കുമ്പോൾ പഴയ വീഡിയോ ഞാൻ വന്ന വഴി തന്നെ, വന്ന റൂട്ട് ശിരൂർ, ഞാൻ വന്ന ഹൈവേ. അപ്പം നമുക്ക് മനസ്സിലായി നമ്മൾ വന്ന വഴി, നമ്മൾ കണ്ട സ്ഥലമാണ്. ആ ഭാഗത്ത് എവിടെയുമാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അങ്ങനെ തന്നെ ആ ഒരു സ്ഥലം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. റൈറ്റ് സൈഡ് ഫുള്ള് മലയാണ്, വലിയ മലയാണ്. കുറേ അങ്ങനെ, അതായത് എത്രയോ ഏക്കറാണെങ്കിൽ അത്ര വലിയൊരു മലയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിലൊരു ഭാഗമാണ് ഇപ്പോൾ ഇടിഞ്ഞിട്ടുള്ളത്. ഇത്രയും എന്താ പറയുക, മൂപ്പരെ രക്ഷപ്പെടുത്തേ അത്രേ പറയാനുള്ളൂ. എന്തായാലും ഇനി നമുക്ക് ഇനിയിപ്പം തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കലാണ്. എന്തായാലും മൂപ്പര ജീവനോടെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു.
കെട്ടട്ടെ. ഓക്കെ ബൈ.